ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങിയേക്കും. തിരുവനന്തപുരത്തോ കൊച്ചിയിലോ എത്തി കീഴടങ്ങാനാണ് സാധ്യത. സുപ്രീം കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയായേക്കുമെന്ന നിയമോപദേശം കിട്ടിയതിനെ തുടർന്നാണ് കീഴടങ്ങാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി 7.5 മണിക്കൂർ പിന്നിട്ടിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖിനായി കൊച്ചി നഗരത്തിനും പുറത്തും പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ്. കാക്കനാട് മാലുവയിലുമുള്ള വീടുകളിൽ സിദ്ദിഖിനെ തേടി പോലീസ് എത്തിയിരുന്നു. സിദ്ദിഖ് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇപ്പോൾ അശ്വിൻ പാലായി ചേരുന്നു കൊച്ചിയിൽ. അശ്വിൻ, ഒരു ഭാഗത്ത് സിദ്ദിഖ് കീഴടങ്ങിയേക്കുമെന്ന പ്രതീക്ഷ, മറുഭാഗത്ത് വ്യാപകമായ തെരച്ചിൽ. ഇങ്ങനെയാണോ അന്വേഷണ സംഘം നീങ്ങുന്നത്? ഇന്നത്തെ വിധി പ്രസ്താവം നമ്മൾ കണ്ടതാണ്. ഈ വിധി പ്രസ്താവം വെച്ച് സുപ്രീം കോടതിയിൽ ചെന്നാലും ഒരു മുൻകൂറിന് സാധ്യതയില്ല എന്നൊരു തിരിച്ചറിവാണോ ഇങ്ങനെ ഒരു കീഴടങ്ങൽ എന്ന കാര്യത്തിലേക്ക് സിദ്ദിഖിന്റെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്? ഒരു നിയമോപദേശം തന്നെയാണ് സുഹൈൽ ഇതിന് പിന്നിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് രാത്രി വൈകിയും സിദ്ദിഖിന്റെ മകൻ വീണ്ടും ഇന്നത്തെ ദിവസം രണ്ടാമത്തെ തവണയാണ് ഈ വൈകിയ രാത്രിയിൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പകൽ മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ച തുടർ നീക്കങ്ങൾ എങ്ങനെ വേണം എന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതിനുശേഷമാണ് രാത്രി വീണ്ടും ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത്. തുടർ നീക്കങ്ങളിൽ ഏകദേശ ധാരണ ഇവർ തമ്മിലായി എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ കീഴടങ്ങൽ, അതായത് സുപ്രീം കോടതിയിലേക്ക് പോയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലാണ് മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ബി രാമൻപിള്ള സിദ്ദിഖിന്റെ മകന് നൽകിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യ ചർച്ചയിൽ തന്നെ അത്തരത്തിലൊരു ഉപദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് മുൻകൂർ ജാമ്യമായി പോകണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സിദ്ദിഖിന്റെ കുടുംബം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ നീങ്ങാൻ കഴിയുമോ, അതായത് തിരിച്ചടിയാകാത്ത തരത്തിൽ എങ്ങനെയെങ്കിലും സുപ്രീം കോടതിയിലേക്ക് ജാമ്യ ഹർജിയുമായി അപ്പീലുമായി പോകാൻ കഴിയുമോ എന്നുള്ള സാധ്യതകൾ കൂടി സിദ്ദിഖിന്റെ അഭിഭാഷകരുടെ സംഘം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും വമ്പൻ അഭിഭാഷകനുമായി സുപ്രീം കോടതി സമീപിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. എന്തായാലും ഈ രാത്രി ഒരു കീഴടങ്ങലിനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. കാരണം സുപ്രീം കോടതിയിലേക്ക് എങ്ങനെ ഈ നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച വിധിപ്പകർപ്പുമായി ചെല്ലും എന്നുള്ളൊരു ആശങ്ക വലിയ തോതിലുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കീഴടങ്ങാം എന്നുള്ളൊരു ആലോചനയിലേക്ക് ആദ്യഘട്ടത്തിൽ സിദ്ദിഖിന്റെ അഭിഭാഷകർ എത്തിയിരുന്നു. എന്നാൽ അതിന് മുൻകൂർ ജാമ്യത്തിന് ഏതെങ്കിലും വിധത്തിൽ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി പരിഗണിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ പല വിധത്തിൽ അവർ ആലോചിക്കുന്നത്. എന്തായാലും രാത്രി വൈകി തിരക്കിട്ട നീക്കങ്ങളാണ് സുപ്രീം കോടതി അല്ലെങ്കിൽ ഈ സിദ്ദിഖിന്റെ അറസ്റ്റുമൊക്കെയായി ബന്ധപ്പെട്ട് കീഴടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ നാടകീയമായി തന്നെ ഈ രാത്രിയും മുന്നോട്ട് പോവുകയാണ് സുഹൈൽ. ശരി, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി വന്ന വിധി പ്രസ്താവം സിദ്ദീഖിന്റെ എല്ലാ വാദങ്ങളും നിരാകരിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിധി പ്രസ്താവത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോയാലും കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നൊരു നിയമോപദേശം സിദ്ദീഖിന് കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ എത്തി കീഴടങ്ങിയേക്കും എന്ന സാധ്യതയാണ് നിലവിൽ സിദ്ദീഖ് കേസുമായി നമുക്ക് വരുന്ന ഏറ്റവും പുതിയ വിവരം. അശ്വിൻ പാലയാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.